ഇഷ്ടപ്പെട്ടു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കരച്ചിലൊക്കെ വന്നുപോയി. സ്റ്റിൽ നല്ല മൂവിയാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഈ പടം ആണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എങ്ങനെയായി പടം കൊണ്ടായി? കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയിട്ട് അത് മേക്ക് ചെയ്തേക്കുന്ന ആ ഒരു കുറേ സീനുകൾ പടത്തിന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടൻ്റെ മേക്ക് ഓവറൊക്കെ അടിപൊളിയാണ്. രണ്ട് കാലഘട്ടം, ദിലീപേട്ടൻ ആ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂം ആണെങ്കിലും സ്ലാങ് ആണെങ്കിലും അതിൻ്റെ ഒരു ബിഹേവിയർ, ആ കാലഘട്ടത്തിൻ്റെ ബിഹേവിയറൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൈ കൊടുക്കണം. ആ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് പടത്തിന് ആ ഒരു നല്ല രീതി. കാരണം നമ്മൾ ആ കാലഘട്ടം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ക്യാമറയും കുഴപ്പമില്ല. ബാക്കി BGM കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. കാരണം എവരി സീനിലും BGM ഭയങ്കര ഇതായിരുന്നു. BGM അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഇൻഡക്ഷൻ നമ്മളവിടെ നഷ്ടപ്പെടും. പിന്നെ ഈ റിവെഞ്ച് എന്ന് പറയുന്ന സംഭവം കയറി വന്നപ്പോഴത്തേക്കാണ് പടത്തിൻ്റെ ഒരു കൺട്രോൾ എവിടെ നിന്നൊക്കെ ഒരു പോയത്. കാരണം നമ്മൾ പ്രൊഡക്റ്റീവാണ്. റിവെഞ്ച് ഒരു പ്രൊഡക്റ്റീവാണ്. ത്രില്ലർ എലിമെൻറ്റ്സ് നമുക്ക് കിട്ടിയില്ല. അതായത് എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിൽ എവിടെയൊക്കെ ഒരു പാളിച്ച വന്നു എന്നുള്ളത് തോന്നുന്നു. പക്ഷേ മോശമൊന്നുമല്ല. പട്ടയം പാച്ചുകളായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം തന്നെയാണ്. ഒരുപാട് നൊമ്പരമുണർത്തുന്ന കാര്യങ്ങളാണ് തങ്കമണിയിൽ അരങ്ങേറിയത്. അതിൻ്റെ ശരിതെറ്റിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഒരിക്കലും ഇനിയൊരു തങ്കമണി ആവർത്തിക്കരുതെന്നാണ് ആദ്യം തന്നെ പറയുന്നത്. പിന്നെ ഒരു സിനിമയായിട്ട് മാറിയപ്പോൾ രതീഷ് രഘുനന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രം, അദ്ദേഹം വളരെ കൈയടക്കത്തോടുകൂടിയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തത്. ഒരുപാട് വിമർശനം കേൾക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം വളരെ ചിട്ടയായിട്ടുള്ള ഒരു കൈയടക്കത്തോടുകൂടിയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത്. ദിലീപേട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം മലയാളികൾ ആഗ്രഹിക്കുന്ന ജനപ്രിയ നായകൻ്റെ തിരിച്ചുവരവാണ് ഈ ഒരു ചിത്രം. കാരണം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ ഉടനീളം ആ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും അവരുടെ റോളുകളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എടുത്തു പറയേണ്ട ആർട്ട് വർക്കായാലും അതേപോലെ തന്നെ BGM ആയാലും ക്യാമറ വർക്കായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ ഒരു വിഷയം നമ്മളുടെ മുമ്പിൽ എത്തിച്ച രതീഷ് രഘുനന്ദൻ എന്ന് പറഞ്ഞ സംവിധായകനെ ആദ്യത്തെ കയ്യടി അർഹിക്കുന്നു. പിന്നെ ഇതിന് സപ്പോർട്ട് നൽകിയ പ്രൊഡ്യൂസറിന് അഭിനന്ദനം അറിയിക്കുന്നു. ഇനി ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ച് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ചേർത്തിട്ടുള്ള ഒരു ചിത്രമാണ് തങ്കമണി.